നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 539th day. Today 10th sloka of second chapter Pradhamaskandam. For details please see the description box. ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 539 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. കാമസ്യ നേന്ദ്രിയ പ്രീതിർ ലാഭോ ജീവേദയാവതാ, ജീവസ്യ തത്വജിജ്ഞാസ നാർത്തോ യശ്ചേഹ കർമ്മഭി. കാമസ്യ നേന്ദ്രിയ പ്രീതിർ ലാഭോ ജീവേദയാവതാ, ജീവസ്യ തത്വജിജ്ഞാസ നാർത്തോ യശ്ചേഹ കർമ്മഭി. ഓം തത്സത്. ഈ ശ്ലോകത്തിൽ പറയുകയാണ്, കാമം കൊണ്ട് ഇന്ദ്രിയപ്രീതി വരുത്തുകയാണെങ്കിൽ അത് ശരിയല്ല. ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും പ്രീതി വരികയേയില്ല. എത്രത്തോളം കാമം നൽകുന്നുവോ വീണ്ടും വീണ്ടും ഇന്ദ്രിയങ്ങൾ പുതുതായിട്ട് ആഗ്രഹിക്കുകയല്ലാതെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള കാര്യം ചെയ്താൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല. വീണ്ടും വീണ്ടും ഭോഗത്തിലേക്ക് ആഗ്രഹം ഉണ്ടാവുക മാത്രമാണ് ഇന്ദ്രിയങ്ങൾക്ക് ചെയ്യുക. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി കാമം ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കാമം ആ കാമത്തെ, വിഷയത്തെ ആഗ്രഹിക്കുവാൻ, വിഷയഭോഗത്തെ മാത്രമാണ് അത് വളർത്തുന്നത്. സേവ ചെയ്യുന്നത് തന്നെയാണ് കാമത്തിൻ്റെ മുഖ്യ പ്രയോജനം എന്ന് പറയുകയാണ്. അങ്ങനെ ആ കാമത്തിനു വേണ്ടി അർത്ഥാർത്ഥികളെ സമ്പാദിച്ച് സംസാര സുഖം അനുഭവിക്കുവാൻ എന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല. ജീവിത ലക്ഷ്യം പരമമായ തത്വത്തെ അറിഞ്ഞ് ഇങ്ങനെയുള്ള സംസാര ദുഃഖത്തിൽ നിന്നും പരമം നിവൃത്തി നേടുവാൻ, ആ പരമതത്വത്തെ അറിയുവാൻ ഉപകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് വീണ്ടും വീണ്ടും ഈ സംസാര സാഗരത്തിൽ വന്ന് ഉഴലാതെ അതിൽ നിന്നും രക്ഷ നേടുവാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നതാണ് ജീവിതത്തിൻ്റെ പരമപ്രയോജനം എന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുകയാണ്. കാമങ്ങളും ഭോഗങ്ങളും അനുഭവിച്ച് വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതല്ല നമ്മുടെ ഈ ജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. നമ്മുടെ ജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം തത്വത്തെ ഗ്രഹിച്ച് ആ പരമാർത്ഥ ബോധത്തിലേക്ക് ഉയർന്ന് ആ ഭഗവാനിലേക്ക് ലയിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ വാക്കുകളും ഇതായിട്ടുള്ളതാണ്. കാമസ്യ ഇന്ദ്രിയപ്രീതി ലാഭം. കാമങ്ങൾ കൊണ്ട് ഇന്ദ്രിയപ്രീതി അല്ല ജീവിക്കുന്നതിൻ്റെ അർത്ഥം. ജീവസ്യ തത്വജിജ്ഞാസ, ജീവിക്കുന്നത് തത്വജിജ്ഞാസയെ ഇല്ലാതാക്കി, അതായത് തത്വങ്ങളെ ഗ്രഹിച്ച് അതിലുള്ള ജിജ്ഞാസ. ജിജ്ഞാസ എന്നാൽ അറിയാനുള്ള ആഗ്രഹം. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുകയില്ല. അത് മനസ്സിലാക്കി ജീവിക്കുന്നതാണ് യഥാർത്ഥമായ ജീവിതം. അല്ലാണ്ട് അർത്ഥത്തെ കൊണ്ട് കാമങ്ങൾ ഉണ്ടാക്കി കാമങ്ങളെ കൊണ്ട് ജീവിക്കുന്നതല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. കാമസ്യ നേന്ദ്രിയ പ്രീതിർലാഭോ ജീവേദയാവതാ, ജീവസ്യ തത്വജിജ്ഞാസ നാർത്തോ യശ്ചേഹ കർമ്മഭി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.